Congruences. Congruence modulo m. If m be a positive integer, then an integer a is congruent to an integer b modulo m if m divides a minus b. In symbols, we write a is congruent to b modulo m. ഇവിടെ പറയുന്നത് എം എന്താണ്, ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ആണ്. ദെൻ ആൻ ഇൻറ്റീജർ എ എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ ഈസ് കോൺഗ്രുവൻറ്റ് ടു ആൻ ഇൻറ്റീജർ ബി മോഡുലോ എം. എം ഒരു പോസിറ്റീവ് ഇൻറ്റീജർ, ഒരു ഇൻറ്റീജർ എ മറ്റൊരു ഇൻറ്റീജർ ബിയുമായി കോൺഗ്രുവൻറ്റ് ടു ആൻ ഇൻറ്റീജർ ബി മോഡുലോ എം എന്ന് നമ്മൾ എപ്പോൾ പറയാം, ഇഫ് എം ഡിവൈഡ്സ് എ മൈനസ് ബി. ഓക്കെ, എം എന്ത് ചെയ്യണം, എം ഡിവൈഡ്സ് എ മൈനസ് ബി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ആൻ ഇൻറ്റീജർ ബി മോഡുലോ എം. അതിന് നമ്മൾ എങ്ങനെ എഴുതുക, എ ഈസ്, ഇങ്ങനെയാണ് അത് എഴുതുക, എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡുലോ എം. എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡുലോ എം. ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതെന്താണ്, എം ഡിവൈഡ്സ് എ മൈനസ് ബി എന്നാണ്. ഓക്കെ, എം എ മൈനസ് ബിനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം എന്താണ്, എം ഡിവൈഡ്സ് എ മൈനസ് ബി എന്നാണ്. ഇത് വായിക്കുക, എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡുലോ എം എന്നാണ്. Next, if A is incongruent to B modulo M, then we write A incongruent. A is not congruent to B modulo M. ഓക്കെ, നമ്മൾ പറഞ്ഞു എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആണെങ്കിൽ എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം എന്നെഴുതും. ആൻഡ് ഇഫ് എ ഈസ് നോട്ട് കോൺഗ്രുവൻറ്റ്, ബി മോഡ് എം, എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആകുമ്പോൾ എന്താണ്, എം ഡിവൈഡ്സ് എ മൈനസ് ബി ആണ്. ഇഫ് എം ഡസ് നോട്ട് ഡിവൈഡ്സ് എ മൈനസ് ബി, എം ഡസ് നോട്ട് ഡിവൈഡ്സ് എ മൈനസ് ബി ആണെങ്കിൽ നമുക്ക് എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം എന്ന് എഴുതാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക, എ ഈസ് നോട്ട് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, 5 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 2. ഓക്കെ, 5 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 2 എന്നാണ് എഴുതിയിട്ടുള്ളത്. അത് ശരിയാണോ? അങ്ങനെ ശരിയാവണമെങ്കിൽ എന്താവണം, 2 എന്ത് ചെയ്യണം, 2 എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആണെങ്കിൽ എം ഡിവൈഡ്സ് എ മൈനസ് ബി ആണ്. അപ്പോൾ ഇവിടെ ആ ഫോമിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ 2 എന്ത് ചെയ്യണം, 2 ഷുഡ് ഡിവൈഡ് 5 മൈനസ് 1. 5 മൈനസ് 1 എന്താണ്, 4 ആണ്. 2 ഡിവൈഡ്സ് 4. സോ നമുക്ക് എങ്ങനെ എഴുതാം, 5 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 2 എന്നെഴുതാം. അടുത്ത എക്സാമ്പിൾ നോക്കൂ, 28 ഈസ് കോൺഗ്രുവൻറ്റ് ടു 4 മോഡ് 16. 28 കോൺഗ്രുവൻറ്റ് ടു മൈനസ് 4 മോഡ് 16 ആണ്. ഇങ്ങനെ എഴുതണമെങ്കിൽ എന്ത് വേണം, 16 എന്ത് ചെയ്യണം, ഇറ്റ് ഷുഡ് ഡിവൈഡ് 28 മൈനസ് എ മൈനസ് ബി ആണ് അല്ലേ. ഇപ്പോൾ ഇവിടുത്തെ ബി എന്താണ്, -4 ആണ്. സോ 28 മൈനസ് 4 ആണ് വരിക. ദാറ്റ് ഈസ് 28 + 4 32. ആൻഡ് 16 എന്ത് ചെയ്യും, 32നെ ഡിവൈഡ് ചെയ്യും. സോ നമുക്ക് എന്താ എഴുതാം, 28 ഈസ് കോൺഗ്രുവൻറ്റ് ടു -4 മോഡ് 16. അടുത്ത് നോക്കൂ, 5 ഈസ് ഇൻകോൺഗ്രുവൻറ്റ് ടു 3 മോഡ് 4. 5 ഈസ് നോട്ട് കോൺഗ്രുവൻറ്റ് ടു 3 മോഡ് 4 അല്ലേ. കാരണം എന്താണ്, 4 ഡസ് നോട്ട് ഡിവൈഡ്സ് 5 മൈനസ് 3. 5 മൈനസ് 3 എന്താണ്, 2 ആണ്. ആൻഡ് 4 എന്ത് ചെയ്യില്ല, 4 ഡസ് നോട്ട് ഡിവൈഡ്സ് 2 ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം, 5 ഈസ് ഇൻകോൺഗ്രുവൻറ്റ് ടു 3 മോഡ് 4 എന്നെഴുതാം. അടുത്തൊരു തിയറാണ്. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ, എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈക്വൽ ടു ബി പ്ലസ് കെ എം ഫോർ സം ഇൻറ്റിജർ കെ. എന്താ പറയുന്നത്, എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം, എ ബിയുമായി കോൺഗ്രുവൻറ്റ് മോഡുലോ എം, എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം എപ്പോഴേ ആവുള്ളൂ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈക്വൽ ടു ബി പ്ലസ് കെ എം. എനെ നമുക്ക് എന്തായിട്ട് എഴുതാൻ കഴിയണം, എ ഈക്വൽ ടു ബി പ്ലസ് കെ എം എന്ന ഫോമിൽ എഴുതാൻ കഴിയണം. വെർ കെ എന്താണ്, വെർ കെ ഈസ് ആൻ ഇൻറ്റിജർ. ഓക്കെ, ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ രണ്ട് ഭാഗം, ഇഫ് സ്റ്റേറ്റ്മെൻറ്റും തിരിച്ചുള്ളതും എന്ത് ചെയ്യണം, നമ്മൾ പ്രൂവ് ചെയ്യണം. അതായത് ഫസ്റ്റ് നമ്മൾ എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആണെന്ന് കൺസിഡർ എടുക്കുക. അങ്ങനെയാണെങ്കിൽ എ ഈക്വൽ ടു ബി പ്ലസ് കെ എം ഫോർ സം ഇൻറ്റിജർ കെ ആണെന്ന് കാണിക്കണം. ഇനി നേരെ തിരിച്ചും കാണിക്കണം. അതായത് ഫസ്റ്റ് എ ഈക്വൽ ടു ബി പ്ലസ് കെ എം ആണ് ഫോർ സം ഇൻറ്റിജർ കെ. ദെൻ എന്താ കാണിക്കണം, എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആണെന്ന് കൂടി കാണിക്കണം. അപ്പോൾ ഇതിൻ്റെ പ്രൂഫിൽ ഫസ്റ്റ് നമ്മൾ സപ്പോസ് ചെയ്തു എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കാണിക്കണം, എ ഈക്വൽ ടു ബി പ്ലസ് കെ എം ആണെന്ന് കാണിക്കണം. സോ എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആകുമ്പോൾ നമുക്ക് എന്ത് പറയാം, ഡെഫിനിഷൻ പ്രകാരം എം ഡിവൈഡ്സ് എ മൈനസ് ബി ആണ്. എം ഡിവൈഡ്സ് എ മൈനസ് ബി പറഞ്ഞാൽ എന്താണ്, എ മൈനസ് ബി ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് എം. സോ എ മൈനസ് ബിനെ നമുക്ക് എങ്ങനെ എഴുതാം, എ മൈനസ് ബി ഈക്വൽ ടു സം ഇൻറ്റീജർ കെ ഇൻറ്റു എം എന്നുള്ള ഫോമിൽ എഴുതാം അല്ലേ. എമ്മിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ് എന്ത്, എ മൈനസ് ബി. സോ എ മൈനസ് ബിനെ നമുക്ക്
ഒരു ഇൻറ്റീജർ കെ ഇൻറ്റു എം എന്നുള്ള ഫോമുല എഴുതാം. ഓക്കെ, ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടാം? എ ഈക്വൽ ടു ബി പ്ലസ് കെ എം. അപ്പോൾ എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം എന്നെടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ ഈസ് ഈക്വൽ ടു ബി പ്ലസ് കെ എം എന്ന് കിട്ടി. ഇനി കൺവേഴ്സ്ലി എ ഈക്വൽ ടു ബി പ്ലസ് കെ എം ആണെന്ന് എടുക്കുക ഫോർ സം ഇൻറ്റീജർ കെ. അങ്ങനെയാണെങ്കിൽ തിരിച്ച് നമുക്ക് എന്ത് കാണിക്കണം? എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആണെന്ന് കാണിക്കാം. സോ നമ്മൾ ലെറ്റ് എ ഈക്വൽ ടു ബി പ്ലസ് കെ എം ഫോർ സം ഇൻറ്റീജർ കെ. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ എന്തെഴുതാം? എ മൈനസ് ബി ഈക്വൽ ടു കെ എം. എന്തതിൻ്റെ അർത്ഥം? എ മൈനസ് ബി ഈക്വൽ ടു കെ എം. ഇവിടെ കെയും എമ്മും എന്താണ്? ഇൻറ്റീജേഴ്സ് ആണ്. സോ എ മൈനസ് ബിനെ രണ്ട് ഇൻറ്റീജേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് എം എന്താണ്? എം ഇസ് എ ഫാക്ടർ ഓഫ് എ മൈനസ് ബി അല്ലേ? എം എന്ത് ചെയ്യും? എം ഡിവൈഡ്സ് എ മൈനസ് ബി. അത് നമുക്ക് എങ്ങനെ എഴുതാം? എം ഡിവൈഡ്സ് എ മൈനസ് ബി. എം ഡിവൈഡ്സ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം. നമ്മൾ പറഞ്ഞു എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആകുമ്പോൾ എം ഡിവൈഡ്സ് എ മൈനസ് ബി ആണ്. അതുപോലെ എം ഡിവൈഡ്സ് എ മൈനസ് ബി ആകുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം എന്ന് എഴുതാം. സോ ഇവിടെ നിന്ന് എന്ത് കിട്ടി? എ ഈക്വൽ ടു ബി പ്ലസ് കെ എം ആകുമ്പോൾ എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം എന്ന് എഴുതാം. നെക്സ്റ്റ് നോക്കൂ, ഇഫ് എ ഈസ് കോൺഗ്രുവൻറ്റ് ടു സീറോ മോഡ് എം. എ കോൺഗ്രുവൻറ്റ് ടു സീറോ മോഡ് എം. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആയാൽ എം ഡിവൈഡ്സ് എ മൈനസ് ബി ആണ്. സോ ഇവിടെ എം ഡിവൈഡ്സ് എ മൈനസ് ബി. ഇവിടെ ബീൻ്റെ സ്ഥലത്ത് എന്താണ്? സീറോ. ദാറ്റ് ഈസ് എം ഡിവൈഡ്സ് എ. ഓക്കെ, എം ഡിവൈഡ്സ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എം. സോ എ എമ്മിൻ്റെ മൾട്ടിപ്പിൾ ആകുമ്പോൾ അതിൻ്റെ കോൺഗ്രുവൻസി റിലേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എ ഈസ് കോൺഗ്രുവൻറ്റ് ടു സീറോ മോഡ് എം എന്ന് എഴുതാം. സോ എ കോൺഗ്രുവൻറ്റ് ടു സീറോ മോഡ് എം ആകുമ്പോൾ എ എന്താണ്? ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എം. ഓക്കെ, നെക്സ്റ്റ് തിയറം. ഫസ്റ്റ് എ ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് എം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? എ ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു ഇറ്റ് സെൽഫ് മോഡ് എം ആണ്. എ ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് എം. ഇതിന് നമ്മൾ റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി എന്ന് പറയും. നെക്സ്റ്റ് എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആണെങ്കിൽ ബി എന്താവും? ബി വിൽ ബി കോൺഗ്രുവൻറ്റ് ടു എ മോഡ് എം. ഇതിന് നമ്മൾ എന്താ പറയുക? സിമെട്രിക് പ്രോപ്പർട്ടി. എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആണെങ്കിൽ ബി കോൺഗ്രുവൻറ്റ് ടു എ മോഡ് എം എന്ന് എഴുതാം. അതേപോലെ നെക്സ്റ്റ് പ്രോപ്പർട്ടി എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആൻഡ് ബി കോൺഗ്രുവൻറ്റ് ടു സി മോഡ് എം ആണെങ്കിൽ എ വിൽ ബി കോൺഗ്രുവൻറ്റ് ടു സി മോഡ് എം. ദാറ്റ് ഈസ് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, ഫസ്റ്റ് നമുക്ക് കാണിക്കേണ്ടത് എന്താണ്? റിഫ്ലെക്സീവ് പ്രോപ്പർട്ടിയാണ്. ദാറ്റ് ഈസ് എ ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് എം എന്നാണ് കാണിക്കേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് എ മൈനസ് എ എന്താണ്? സീറോ അല്ലേ? സീറോനെ എങ്ങനെ എഴുതാം? സീറോ ഇൻറ്റു എം. സം ഇൻറ്റീജർ എം എന്നുള്ള ഫോമിൽ എഴുതാം. സീറോ ഇൻറ്റു എം എന്നുള്ള ഫോമിൽ എഴുതാം. അതായത് എ മൈനസ് എ ഈക്വൽ ടു സീറോ ഇൻറ്റു എം. അപ്പോൾ ഇവിടുന്ന് എന്താ അർത്ഥം? എം ഡിവൈഡ്സ് എ മൈനസ് എ എന്ന് പറയാം അല്ലേ? എ മൈനസ് എ ഈക്വൽ ടു സീറോ ഇൻറ്റു എം എന്നെടുത്തിട്ടുണ്ടെങ്കിൽ എം ഡിവൈഡ്സ് എ മൈനസ് എ എന്ന് എഴുതാം. സോ എം ഡിവൈഡ്സ് എ മൈനസ് ബി ആകുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആണ്. ഇവിടെ എം ഡിവൈഡ്സ് എ മൈനസ് എ ആണ്. സോ എ ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് എം എന്നെഴുതാം. ഓക്കെ, ഫസ്റ്റത്തത് ഓക്കെ. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണ്? റിഫ്ലെക്സീവ് സിമെട്രിക് പ്രോപ്പർട്ടി അല്ലേ? ദാറ്റ് ഈസ് എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആണെങ്കിൽ വി ഹാവ് ടു ഷോ ദാറ്റ് ബി ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് എം. സോ എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആണെങ്കിൽ നമുക്കറിയാം എ മൈനസ് ബി ഈക്വൽ ടു കെ എം. എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആണെങ്കിൽ എന്താണ്? എം ഡിവൈഡ്സ് എ മൈനസ് എ. എം ഡിവൈഡ്സ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ മൈനസ് ബി ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് എം. സോ എ മൈനസ് ബി ഈക്വൽ ടു സം ഇൻറ്റീജർ ഇൻറ്റു എം എന്നുള്ള ഫോമിലാണ്. സോ എ മൈനസ് ബി ഈക്വൽ ടു കെ ഇൻറ്റു എം, കെ ഈസ് ആൻ ഇൻറ്റീജർ എന്നെടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും നമ്മൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, രണ്ട് സൈഡിലും ഈ ഇക്വേഷൻ്റെ ബോത്ത് സൈഡ്സിലും മൈനസ് ഇട്ട് കൊടുത്തു. സോ എ മൈനസ് ബി ഇവിടെ എന്താ വരിക? മൈനസ് ഇൻറ്റു എ മൈനസ് ബി വരും. സോ അതെന്തായിട്ട് എഴുതാം? ബി മൈനസ് എ വരും. മൈനസ് എ പ്ലസ് ബി, ദാറ്റ് ഈസ് ബി മൈനസ് എ. ഇതിൻ്റെ റൈറ്റ് സൈഡിലും നമ്മൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ കെ എം ഇൻറ്റു മൈനസ് വൺ വരും. ദാറ്റ് ഈസ് മൈനസ് കെ എം എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് എഴുതിയിട്ടുള്ളത്? ബി മൈനസ് എ ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു എം. അതായത് കെ എന്താണ്? ഒരു ഇൻറ്റീജറാണ്. സോ മൈനസ് കെ ഇസ് ആൾസോ ആൻ ഇൻറ്റീജർ. അപ്പോൾ ഒരു ഇൻറ്റീജർ ഇൻറ്റു എം എന്നുള്ള ഫോമിൽ നമുക്ക് ബി മൈനസ് എനെ എഴുതാൻ കഴിയുന്നുണ്ട്. അതായത് ബി മൈനസ് എ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എം. ദാറ്റ് ഈസ് എം ഡിവൈഡ്സ് ബി മൈനസ് എ. സോ എം ഡിവൈഡ്സ് ബി മൈനസ് എ ആണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ബി ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് എം. സോ എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആണെങ്കിൽ ബി കോൺഗ്രുവൻറ്റ് ടു എന്താണ്? എ മോഡ് എം ആണ്. ദാറ്റ് ഈസ് സിമെട്രിക് പ്രോപ്പർട്ടി നമ്മളിവിടെ പ്രൂവ് ചെയ്തു.
നെക്സ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടിയാണ്. അതായത് എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എമ്മും ബി കോൺഗ്രുവൻറ്റ് ടു സി മോഡ് എമ്മും ആണെങ്കിൽ വി ഹാവ് ടു ഷോ ദാറ്റ് എ ഈസ് കോൺഗ്രുവൻറ്റ് ടു സി മോഡ് എം. സോ ഫസ്റ്റ് എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം എന്ന് പറഞ്ഞാൽ എന്താണ്? എം ഡിവൈഡ്സ് എ മൈനസ് ബി. എം ഡിവൈഡ്സ് എ മൈനസ് ബി ആയാൽ നമുക്ക് എ മൈനസ് ബി ഈക്വൽ ടു സം ഇൻറ്റീജർ ഇൻറ്റു എം എന്നുള്ള ഫോമുല എഴുതാം. സോ നമ്മളവിടെ എ മൈനസ് ബി ഈക്വൽ ടു കെ വൺ ഇൻറ്റു എം എന്നെഴുതി, വെർ കെ വൺ ഈസ് ആൻ ഇൻറ്റീജർ. നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് ബി ഈസ് കോൺഗ്രുവൻറ്റ് ടു സി മോഡ് എം, അതായത് എം ഡിവൈഡ്സ് ബി മൈനസ് സി ആണ്. സോ എം ഡിവൈഡ്സ് ബി മൈനസ് സി ആയതുകൊണ്ട് ബി മൈനസ് സി ഈക്വൽ ടു ആൻ ഇൻറ്റീജർ കെ ടു ഇൻറ്റു എം എന്നുള്ള ഫോമുല എഴുതാം. ഓക്കെ, സോ ഇവിടെ എ മൈനസ് ബി ഈക്വൽ ടു കെ വൺ ഇൻറ്റു എം ഇക്വേഷൻ വണ്ണും ബി മൈനസ് സി ഈക്വൽ ടു കെ ടു ഇൻറ്റു എം ഇക്വേഷൻ ടൂവും കിട്ടി. കെ വണ്ണും കെ ടും ഇൻറ്റീജേഴ്സ് ആണ്. ഇനി ഇക്വേഷൻ വണ്ണും ടൂവും ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്യുമ്പോൾ എന്നിട്ട് എ മൈനസ് ബി ലെഫ്റ്റ് സൈഡിൽ എന്താ പിന്നെ എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി ഈക്വൽ ടു ഇവിടെ എന്താ ഉള്ളത്? റൈറ്റ് സൈഡിൽ കെ വൺ എം പ്ലസ് കെ ടു എം, കെ വൺ എം പ്ലസ് കെ ടു എം. ഇവിടെ രണ്ടിലും എം കോമൺ ഉണ്ട്, പുറത്തേക്ക് എടുത്താൽ കെ വൺ പ്ലസ് കെ ടു ഇൻറ്റു എം എന്ന് കിട്ടും. അത് റൈറ്റ് സൈഡിൽ അതാണ് കിട്ടുക, കെ വൺ പ്ലസ് കെ ടു ഇൻറ്റു എം. ലെഫ്റ്റ് സൈഡിലോ എ മൈനസ് ബി പ്ലസ് ബി. സോ മൈനസ് ബിയും പ്ലസ് ബിയും ക്യാൻസൽ ആവും, ബാക്കി അവിടെ എന്താ ഉള്ളത്? എ മൈനസ് സി. സോ എ മൈനസ് സി ഈക്വൽ ടു കെ വൺ പ്ലസ് കെ ടു ഇൻറ്റു എം. കെ വൺ ഒരു ഇൻറ്റീജറാണ്, കെ ടു ഒരു ഇൻറ്റീജറാണ്. സോ കെ വൺ പ്ലസ് കെ ടു എന്താവും? ഇറ്റ് വിൽ ബി ആൻ ഇൻറ്റീജർ. അതിന് നമ്മൾ കെ ആയിട്ട് ചൂസ് ചെയ്തു. പിന്നെ നമുക്ക് എന്താ കിട്ടിയത്? എ മൈനസ് സി ഈക്വൽ ടു കെ എം എന്ന് കിട്ടി. അതായത് കെ ഇൻറ്റീജർ ആണ്. സോ എ മൈനസ് സീനെ എൻ ഇൻറ്റീജർ ഇൻറ്റു എം എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. അതായത് എം എന്താണ്? ഇറ്റ് ഈസ് എ ഫാക്ടർ ഓഫ് എ മൈനസ് സി. എം ഡിവൈഡ്സ് എ മൈനസ് സി എന്ന് പറയാം. എം ഡിവൈഡ്സ് എ മൈനസ് സി ആയാൽ നമുക്ക് എങ്ങനെ എഴുതാം? എ ഈസ് കോൺഗ്രുവൻറ്റ് ടു സി മോഡ് എം എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടിയും പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് തിയറം, A congruent to B mod M if and only if A and B leave the same remainder when divided by M. സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ പറയുന്നത്? എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം, ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്താണ്? എയും ബിയും വെൻ ഡിവൈഡഡ് ബൈ എം ഗിവ്സ് ദ സെയിം റിമൈൻഡർ. ഓക്കെ, എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം എഴുതണമെന്നുണ്ടെങ്കിൽ എനെയും ബിനെയും, എനെ എമൗണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറും ബിനെ എമൗണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആർ ടു ആണെങ്കിൽ ആർ വൺ ഈക്വൽ ടു ആർ ടു ആവും. ഓക്കെ, ഇത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് രണ്ട് സൈഡുക്കും പറയാം. അതായത് എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആകുമ്പോൾ എനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറും ബിനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറും സെയിം ആവും. നെക്സ്റ്റ് എനെയും ബിനെയും എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ സെയിം ആണെങ്കിൽ എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആണെന്ന് കൂടി കാണിക്കണം. ഓക്കെ, സപ്പോസ് ദാറ്റ് ഫസ്റ്റ് നമ്മൾ എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആണെന്ന് എടുത്തു. ഓക്കെ, സോ എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആകുമ്പോൾ നമുക്ക് എന്താ എഴുതാം? അതായത് ഇതിൻ്റെ അർത്ഥം എന്താണ്? എം ഡിവൈഡ്സ് എ മൈനസ് ബി ആണ്. സോ എ മൈനസ് ബിനെ സം ഇൻറ്റീജർ കെ ഇൻറ്റു എം എന്നുള്ള ഫോമുല എഴുതാം. എ മൈനസ് ബി ഈക്വൽ ടു കെ ഇൻറ്റു എം എന്ന് എഴുതാം, വെർ കെ ഇസ് ആൻ ഇൻറ്റീജർ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എ ഈക്വൽ ടു ബി പ്ലസ് കെ എം, കെ എന്താണ്? ഇസ് ആൻ ഇൻറ്റീജർ. ഇനി എ എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ എം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, എനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഡിവിഷൻ അൽഗോരിതം പ്രകാരം അവിടെ എന്ത് ചെയ്യും? യുണീക്ക് ഇൻറ്റീജേഴ്സ് ക്യൂവും ആറും എക്സിസ്റ്റ് ചെയ്യും, സച്ച് ദാറ്റ് എ ഇസ് ഈക്വൽ ടു ക്യൂ എം പ്ലസ് ആർ അല്ലേ? എനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ യുണീക്ക് ഇൻറ്റീജേഴ്സ് ക്യൂവും ആറും എക്സിസ്റ്റ് ചെയ്യും. എ ഈക്വൽ ടു ക്യൂ എം പ്ലസ് ആർ ആൻഡ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ എം. നമുക്ക് ഡിവിഷൻ അൽഗോരിതം പ്രകാരം എഴുതാം. ഇവിടെ നോക്കൂ, ഇവിടെ എ ഈക്വൽ ടു എന്താണ്? ബി പ്ലസ് കെ എം ആണ് ആൻഡ് എ ഈക്വൽ ടു ക്യൂ എം പ്ലസ് ആറും ആണ്. എ രണ്ടും ഈക്വൽ ടു എ ആയതുകൊണ്ട് ഇത് രണ്ടും നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. വി ഹാവ് എ ഈക്വൽ ടു ബി പ്ലസ് കെ എം ആൻഡ് ദാറ്റ് എ ഈക്വൽ ടു എന്താണ്? ക്യൂ എം പ്ലസ് ആർ ആണ്. രണ്ടും ഇക്വേറ്റ് ചെയ്തു. ആർ എന്താണ്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ എം ആണ്. ഇവിടെ നിന്ന് നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബി ഈക്വൽ ടു രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ ബീനെ ലെഫ്റ്റ് സൈഡിൽ നിർത്തി കെ എമ്മിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. സോ ക്യൂ എം മൈനസ് കെ എം പ്ലസ് ആർ എന്ന് കിട്ടും. അന്ന് എം കോമൺ ആയിട്ട് ക്യൂ മൈനസ് കെ ഇൻറ്റു എം പ്ലസ് ആർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ബി ഈക്വൽ ടു ക്യൂ മൈനസ് കെ ഇൻറ്റു എം പ്ലസ് ആർ. ക്യൂ ഒരു ഇൻറ്റീജറാണ്, കെയും ഒരു ഇൻറ്റീജറാണ്. സോ ക്യൂ മൈനസ് കെ എന്ന് പറയുന്നത് എന്താവും? ഒരു ഇൻറ്റീജറാവും. ആ ഇൻറ്റീജറിനെ ക്യൂ മൈനസ് കെനെ ക്യൂ വൺ എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതിനെങ്ങനെ എഴുതാം? ബി ഈക്വൽ ടു ക്യൂ വൺ ഇൻറ്റു എം
പ്ലസ് ആർ ആൻഡ് ആർ എന്താണ് 0 < r m ആണ്. സോ ഇവിടെ നോക്കൂ, ഇവിടെ എന്താണ് എഴുതിയിട്ടുള്ളത്, ബിയിനെ നമ്മൾ എന്താ ചെയ്തത്, എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണ്, ആറാണ്. നമ്മൾ നേരത്തെ ഡിവിഷൻ അൽഗോരിതം പ്രകാരം എയിനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ റിമൈൻഡർ എന്തായിരുന്നു, ആറായിരുന്നു. സോ രണ്ട് കേസിലും എയിനെയും ബിയിനെയും എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണ്, ആറ് തന്നെയാണ്. ഓക്കെ, ഇനി എന്തായാലും ഇതിൻ്റെ കൺവേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ആണെന്ന് കാണിക്കണം. അതായത് എയിനെയും ബിയിനെയും എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിം റിമൈൻഡർ ആറാണ് കിട്ടുന്നത് എങ്കിൽ എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആണെന്ന് കാണിക്കണം. ഓക്കെ, സോ എയിനെയും ബിയിനെയും എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിം റിമൈൻഡർ ആറാണ് കിട്ടുന്നത് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഡിവിഷൻ അൽഗോരിതം പ്രകാരം നമ്മൾ എയിനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഇൻറ്റിജർ Q1 എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് എ ഈക്വൽ ടു Q1 ഇൻറ്റു എം പ്ലസ് ആർ ആൻഡ് ആർ എന്താണ്, റിമൈൻഡർ ആണ്. സോ 0 < r m. നെക്സ്റ്റ് ബിയിനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു ഇൻറ്റിജർ Q2 എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് ബി ഈസ് ഈക്വൽ ടു Q2 ഇൻറ്റു എം പ്ലസ് ആർ. ആർ ഇവിടുത്തെ റിമൈൻഡർ 0 < r m. ദെൻ ഇവിടുന്ന് എ ബി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എ മൈനസ് ബി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ എ മൈനസ് ബി ഈക്വൽ ടു Q1 എം പ്ലസ് ആർ മൈനസ് Q2 എം പ്ലസ് ആറ് വരും. സോ അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ Q1 എം പ്ലസ് ആർ മൈനസ് Q2 എം മൈനസ് ആറ് വരും. ആറും പ്ലസ് ആറും മൈനസ് ആറും ക്യാൻസലായി പോകും. ബാക്കി അവിടെ എന്താ ഉള്ളത്, Q1 എം മൈനസ് Q2 എം ആണ്. ദാറ്റ് ഈസ് Q1 മൈനസ് Q2 ഇൻറ്റു എം. ഓക്കെ, ഇവിടെ Q1 മൈനസ് Q2, Q1 എന്താണ്, ഒരു ഇൻറ്റിജറാണ്, Q2 ഒരു ഇൻറ്റിജറാണ്. സോ Q1 മൈനസ് Q2 എന്താണ്, ഒരു ഇൻറ്റിജറാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എ മൈനസ് ബി ഈക്വൽ ടു ആൻ ഇൻറ്റിജർ ഇൻറ്റു എം എന്നുള്ള ഫോർമുല എഴുതാൻ കഴിയും അല്ലേ. Q1 മൈനസ് Q2 ഒരു ഇൻറ്റിജറാണ്. സോ എ മൈനസ് ബി ഈസ് ഈക്വൽ ടു സം ഇൻറ്റിജർ ഇൻറ്റു എം എന്നുള്ള ഫോർമുല എഴുതാം. അതായത് എം എന്ത് ചെയ്യും, ഡിവൈഡ്സ് എ മൈനസ് ബി, എം ഡിവൈഡ്സ് എ മൈനസ് ബി എന്ന് പറയാം. ദാറ്റ് ഈസ് എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം. സോ ഇവിടെ എന്ത് കിട്ടി, എയും ബിയും സെയിം റിമൈൻഡർ ആറാണ്. വെൻ ഡിവൈഡഡ് ബൈ എം എന്നെടുത്തപ്പോൾ എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആണെന്ന് കിട്ടി. സോ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ ട്രൂ ആണെന്ന് കാണിച്ചിട്ടുണ്ട്. ഹെൻസ് ദ പ്രൂഫ്. നെക്സ്റ്റ് ഒരു കൊറോളറി നോക്കൂ. ദ ഇൻറ്റിജർ ആർ ഇസ് ദ റിമൈൻഡർ വെൻ എ ഈസ് ഡിവൈഡഡ് ബൈ എം ഈഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ആർ മോഡ് എം 0 < r m. എന്താ പറയുന്നത്, ആർ എന്ന് പറയുന്ന ഇൻറ്റിജർ എയിനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡറാണ് ഈഫ് ആൻഡ് ഓൺലി ഇഫ് എ കോൺഗ്രുവൻറ്റ് ടു ആർ മോഡ് എം 0 < r m. അപ്പോൾ ഇവിടെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ആർ എന്ന് പറയുന്നത് എയിനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് ആറെങ്കിൽ നമുക്ക് എന്തെഴുതാം, എ കോൺഗ്രുവൻറ്റ് ടു ആർ മോഡ് എം എന്നെഴുതാം 0 < r m. അതേപോലെ തിരിച്ചും പറയാം. അതായത് എ കോൺഗ്രുവൻറ്റ് ടു ആർ മോഡ് എം ആണ് ആൻഡ് ആർ എന്താണ്, 0 < r m ആണെങ്കിൽ ആർ എന്താണ്, ആർ ഈസ് ദ റിമൈൻഡർ വെൻ എ ഈസ് ഡിവൈഡഡ് ബൈ എം. സോ ആറ് എനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് ആറെങ്കിൽ എ കോൺഗ്രുവൻറ്റ് ടു ആർ മോഡ് എം എന്ന് എഴുതാം. ആറ് റിമൈൻഡർ ആയതുകൊണ്ട് തന്നെ 0 < r m ആയിരിക്കും. ഇനി തിരിച്ച് എ കോൺഗ്രുവൻറ്റ് ടു ആർ മോഡ് എം ആണ് ആൻഡ് ആർ ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് 0 < r m. അങ്ങനെയാണെങ്കിൽ എനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് ആറ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ഡെഫിനിഷനാണ് ലീസ്റ്റ് റെസിഡ്യൂ. Every integer a is congruent to its remainder r modulo m. R is called the least residue of a modulo m. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഇൻറ്റിജർ എയിനെ എമൗണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് ആറെങ്കിൽ നമുക്ക് എന്ത് പറയാം, എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ആർ മോഡുലോ എം എന്ന് പറയാമെന്ന് പറഞ്ഞു അല്ലേ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു ഇൻറ്റിജർ എ എന്തായിരിക്കും, അതിൻ്റെ റിമൈൻഡറുമായിട്ട് കോൺഗ്രുവൻറ്റ് മോഡുലോ എം ആയിരിക്കും. ആൻഡ് ഈ റിമൈൻഡർ ആറിനെ നമ്മൾ അതിൻ്റെ ലീസ്റ്റ് റെസിഡ്യൂ ഓഫ് എ മോഡുലോ എം എന്ന് പറയും. ഇൻറ്റിജർ എ എന്തായിരിക്കും, അതിൻ്റെ റിമൈൻഡർ, അതിനെ എമൗണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആറുമായിട്ട് കോൺഗ്രുവൻ്റ് ആയിരിക്കും. അതായത് എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ഇറ്റ്സ് റിമൈൻഡർ ആർ മോഡുലോ എം. അങ്ങനെയാണെങ്കിൽ ഈ ആറിനെ അതിൻ്റെ കോൺഗ്രുവൻറ്റ് മോഡുലോ എം ആയിട്ട് വരുന്ന ആ റിമൈൻഡർ ആറിനെ നമ്മൾ അതിൻ്റെ ലീസ്റ്റ് റെസിഡ്യൂ, ഈ ഇൻറ്റിജർ എയുടെ ലീസ്റ്റ് റെസിഡ്യൂ മോഡുലോ എം എന്ന് പറയും. ആർ ഈസ് കാൾഡ് ദ ലീസ്റ്റ് റെസിഡ്യൂ ഓഫ് എ മോഡുലോ എം.
Next corollary, every integer is congruent to exactly one of the least residues 0, 1, etc. m minus 1 modulo m. നമ്മൾ പറഞ്ഞു ഒരു ഇൻറ്റിജറിനെ എയിനെ നമ്മൾ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന റിമൈൻഡർ ആണെങ്കിൽ എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ആർ മോഡുലോ എം ആണ്. നമ്മൾ പറഞ്ഞു എ എന്ന് പറയുന്ന ഇൻറ്റിജറിനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് ആറെങ്കിൽ നമുക്ക് എന്ത് പറയാം, എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ആർ മോഡുലോ എം. അതിൻ്റെ റിമൈൻഡറുമായിട്ട് അതെന്താവും, കോൺഗ്രുവൻറ്റ് മോഡുലോ എം ആയിരിക്കും എന്ന് പറഞ്ഞു. ആൻഡ് ആർ റിമൈൻഡർ ആയതുകൊണ്ട് തന്നെ ആർ എന്താവും, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ എം ആയിരിക്കും അല്ലേ. എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിമൈൻഡർ എമ്മിനേക്കാളും ചെറുതാവും, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ എം ആവും. ഈ റിമൈൻഡർ ആറിനെ നമ്മൾ എയിൻ്റെ എന്താണെന്നാണ് പറഞ്ഞത്, ലീസ്റ്റ് റെസിഡ്യൂ ഓഫ് എ മോഡുലോ എം ആണ് ഈ റിമൈൻഡർ ആർ എന്ന് പറഞ്ഞു. ഇനി ഈ ആറിന് വരാവുന്ന പോസിബിലിറ്റീസ് ഏതൊക്കെയാണ്? ആറ് എന്ന് പറയുന്നത് ഇതിൻ്റെ റിമൈൻഡറാണ്, എനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറാണ്. ആറ് വരാവുന്ന പോസിബിലിറ്റീസ് ഏതൊക്കെയാണ്? ആറ് ഏതൊക്കെ വാല്യൂസ് വരാം? ആറ് ഇവിടെ തന്നിട്ടുണ്ട്, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ എം ആണ്. റിമൈൻഡർ ആയതുകൊണ്ട് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ എം ആണ്. സോ ആറിൻ്റെ വാല്യൂസ് ഏതൊക്കെ വരാം? 0 വരാം, 1 വരാം, എക്സെട്ര എവിടെ വരാം? എം വരുമോ? എം വരില്ല, ലെസ് ദാൻ ആർ ലെസ് ദാൻ എം ആണ്. സോ എമ്മിൻ്റെ തൊട്ട് മുമ്പുള്ള ഇൻറ്റിജർ എം മൈനസ് 1. ഓക്കെ, അപ്പോൾ ആറ് ഏതൊക്കെ വരാം? 0, 1 എക്സെട്ര എം മൈനസ് 1 ആവും. അതാണ് ഈ കൊറോളറിയിൽ പറഞ്ഞിട്ടുള്ളത്. ഏതൊരു ഇൻറ്റിജർ എടുത്തിട്ടുണ്ടെങ്കിലും അതെന്തായിരിക്കും, അതിൻ്റെ ലീസ്റ്റ് റെസിഡ്യൂ നമ്മൾ പറഞ്ഞു ആറ് അതിൻ്റെ റിമൈൻഡറുമായിട്ട് കോൺഗ്രുവൻ്റ് ആയിരിക്കും. റിമൈൻഡറിനെ നമ്മൾ എന്താണ്, ലീസ്റ്റ് റെസിഡ്യൂ ഓഫ് എ മോഡുലോ എം എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു ലീസ്റ്റ് റെസിഡ്യൂ, ലീസ്റ്റ് റെസിഡ്യൂസ് ഏതൊക്കെ വരാം? 0, 1, 2, 3 എക്സെട്ര എം മൈനസ് 1 അതിലേതും വരാം. അതിലേതെങ്കിലും ഒന്നുമായിട്ട് അതെന്താവും, എക്സാക്ട്ലി 1 ഇതിലേതെങ്കിലും ഒരു വാല്യൂമായിട്ട് അത് കോൺഗ്രുവൻറ്റ് മോഡുലോ എം ആയിരിക്കും. നെക്സ്റ്റ്, prove that no prime of the form 4n plus 3 can be expressed as the sum of two squares. ഓക്കെ, എന്താ പറയുന്നത്, ഒരു പ്രൈമും 4n+3 ഫോമിലുള്ള ഒരു പ്രൈമിനെയും നമുക്ക് സം ഓഫ് ടു സ്ക്വയേഴ്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല എന്നാണ് കാണിക്കുന്നത്. സോ നമ്മളിത് പ്രൂവ് ചെയ്യുന്നത് എന്താണ്, കോൺട്രഡിക്ഷൻ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലെറ്റ് ക്യാപിറ്റൽ എൻ, ഈ എൻ എന്താണ്, ബി എ പ്രൈം ഓഫ് ദ ഫോം 4n+3. 4n+3 ഫോമിലുള്ള ഒരു പ്രൈമാണ് ക്യാപിറ്റൽ എൻ എന്നെടുത്തു. അതായത് നമുക്ക് n ഇസ് ഈക്വൽ ടു 4n+3 എന്നെഴുതാം അല്ലേ. n ഇസ് ഈക്വൽ ടു 4n+3. ഇതെന്താണ്, ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം, n-3 ഈക്വൽ ടു 4n എന്നെഴുതാം അല്ലേ. ഇവിടുന്ന് n ഇസ് ഈക്വൽ ടു 4n+3 ആണ്. സോ n-3 ഈക്വൽ ടു 4n എന്നെഴുതാം. n എന്താണ്, ഒരു ഇൻറ്റിജർ ആണ്. അപ്പോൾ n-3 ഈസ് 4 ഇൻറ്റു n, അതായത് n-3 എന്താണ്, 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. സോ 4 ഡിവൈഡ്സ് ക്യാപിറ്റൽ n-3 എന്നെഴുതാം. സോ 4 ഡിവൈഡ്സ് n-3 ആണെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇഫ് m ഡിവൈഡ്സ് a-b then we write a is congruent to b mod m. ഇവിടെ എന്താണ്, 4 ഡിവൈഡ്സ് n-3 ആണ്. അപ്പോൾ ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, n is congruent to 3 mod 4 എന്നെഴുതാം. ഓക്കെ, സോ n എന്താണ്, പ്രൈം ഓഫ് ദ ഫോം 4n+3 ആണ്. അങ്ങനെയാണെങ്കിൽ n എന്താണ്, ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 3 mod 4. നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്തായിരുന്നു, ഈ എന്നിനെ എന്ത് ചെയ്യാൻ കഴിയില്ല, രണ്ട് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മായിട്ട് എഴുതാൻ കഴിയില്ല എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കോൺട്രഡിക്ഷൻ വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. സോ എന്നിനെ നമുക്ക് രണ്ട് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മായിട്ട് എഴുതാൻ പറ്റും എന്നെടുത്തു. അപ്പോൾ എ ബി രണ്ട് ഇൻറ്റിജേഴ്സ് ഉണ്ടെങ്കിൽ a² + b² = n, അതായത് എന്നിനെ രണ്ട് സ്ക്വയേഴ്സിൻ്റെ സമ്മായിട്ട് എഴുതാൻ പറ്റും എന്ന് നമ്മൾ സപ്പോസ് ചെയ്തു. ഓക്കെ, സിൻസ് n ഈസ് ഓഡ്, n എന്താണ്, ഓഡാണ്. n നമ്മൾ പറഞ്ഞു എന്താണ്, 4n+3 ഫോമിലുള്ള ഒരു പ്രൈമാണ്. ഓക്കെ, അപ്പോൾ പ്രൈം നമ്പർ 2 അല്ലാത്ത എല്ലാ പ്രൈം നമ്പേഴ്സും എന്താണ്, ഓഡാണ്. 4n+3 ഫോമിൽ നമുക്ക് 2നെ എഴുതാൻ കഴിയുമോ? ഇല്ല. അവിടെ n 0 ആകുമ്പോൾ എന്താ വരിക, ദിസ് ഈസ് ഈക്വൽ ടു 3. അതാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ നമ്പർ വരുന്നത് 3 ആണ്. പിന്നെ അവിടുന്ന് 3 മുതൽ അങ്ങോട്ടുള്ള എല്ലാ പ്രൈംസും ഓഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, n ഈസ് ഓഡ്. n ഓഡായതുകൊണ്ട് n ഈക്വൽ ടു എന്താണ്, a² + b² ആണ്. അപ്പോൾ n ഓഡായതുകൊണ്ട് ഈ a² + b², ഈ സമ്മ് നമുക്ക് എന്ത് കിട്ടണം, ഓഡാണെന്ന് കിട്ടണം അല്ലേ. സോ വൺ ഓഫ് ദ സ്ക്വയേഴ്സ് സേ a² മസ്റ്റ് ബി ഓഡ് ആൻഡ് ഹെൻസ് b² മസ്റ്റ് ബി ഈവൺ. അതായത് a² + b², രണ്ട് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മാണ്. ഈ സ്ക്വയേഴ്സിൻ്റെ സമ്മ് നമുക്ക് എന്ത് കിട്ടണം, ഓഡാണെന്ന് കിട്ടണം. അപ്പോൾ രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് ഓഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ
ഓക്കെ, ഇപ്പോൾ രണ്ട് ഈവൺ നമ്പേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സം എന്തേ കിട്ടുള്ളൂ, ഈവണേ കിട്ടുള്ളൂ. അതേപോലെ രണ്ട് ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് എന്താ കിട്ടുക, നമുക്കവിടെ ഈവൺ ആണ് കിട്ടുക. സോ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ഒരു ഓഡ് നമ്പർ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൽ ഒന്ന് എന്താവണം, ഓഡും ആവണം, അടുത്തത് ഈവണും ആവണം. ഓക്കെ, നമ്മളിവിടെ എ സ്ക്വയർ ഓഡാണെന്ന് കൺസിഡർ ചെയ്തു. അങ്ങനെയാകുമ്പോൾ എന്താവണം, ബി സ്ക്വയർ ഈവണും ആവണം. ഓക്കെ, ഇനി എ സ്ക്വയർ ഓഡാവണമെങ്കിൽ എ സ്ക്വയർ എന്താണ്, എ ഇൻറ്റു എ ആണ്. ഇത് ഓഡാവണം എന്നുണ്ടെങ്കിൽ എ എന്താവണം, ഓഡാവണം അല്ലേ. എ സ്ക്വയർ ഓഡാവണമെങ്കിൽ എ മസ്റ്റ് ബി ഓഡ്. അതേപോലെ ബി സ്ക്വയർ എന്താണ്, ബി ഇൻറ്റു ബി. സോ ബി സ്ക്വയർ ഈവൺ ആവണമെന്നുണ്ടെങ്കിൽ ബി എന്താവണം, ഈവണും ആവണം. ഇപ്പോൾ എ സ്ക്വയർ ഓടും ബി സ്ക്വയർ ഈവണും ആയതുകൊണ്ട് എയും ഓഡാണ്, എ ഓടുമാണ്, ബി എന്താണ്, ഈവണുമാണ്. സോ എ ഓഡ് ആയതുകൊണ്ട് നമുക്ക് എ ഈക്വൽ ടു 2a+1 എന്ന ഫോമുല എഴുതാം. എ ഈക്വൽ ടു 2a+1 എന്ന ഫോമുല എഴുതാം. കാരണം എ എന്താണ്, ഒരു ഓഡ് നമ്പർ ആണ്. ആൻഡ് ബി ഈക്വൽ ടു 2b എന്ന ഫോമുല എഴുതാം. കാരണം ബി എന്താണ്, ഈവൻ നമ്പർ ആണ്. വേർ എ ആൻഡ് ബി ആർ ഇൻറ്റീജേഴ്സ്. ഇനി നോക്കൂ, എൻ ഇസ് ഈക്വൽ ടു എന്താണ്, എ സ്ക്വയർ പ്ലസ് ക്യാപിറ്റൽ എ സ്ക്വയർ പ്ലസ് ക്യാപിറ്റൽ ബി സ്ക്വയർ ആയിരുന്നു. അവിടെ എ എന്ന് ക്യാപിറ്റൽ എ ആയിട്ട് നമ്മൾ എന്താ എടുത്തത്, 2a+1 ആണ്. സോ എ സ്ക്വയർ എന്താവും, 2a+1 ഹോൾ സ്ക്വയർ. ആൻഡ് ബി ആയിട്ട് നമ്മൾ എടുത്തത് എന്തായിരുന്നു, 2b ആണ്. സോ ബി സ്ക്വയർ എന്താവും, 2b സ്ക്വയർ വരും. ദാറ്റ് ഈസ് എൻ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, അതായത് 2a+1 ഹോൾ സ്ക്വയർ പ്ലസ് 2b ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2a+1 ഹോൾ സ്ക്വയർ എന്താണ്, 4a² പ്ലസ് 4a+1 ആൻഡ് 2b സ്ക്വയറിന് 4b സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ 4a², 4a, 4b സ്ക്വയർ അല്ല. അപ്പോൾ ഈ മൂന്ന് ടേം നമുക്ക് 4 പുറത്തേക്ക് എടുത്താൽ a² പ്ലസ് a പ്ലസ് b സ്ക്വയർ പ്ലസ് 1 എന്ന് കിട്ടും. ഇവിടെ a, b ഇതെല്ലാം എന്താണ്, ഇൻറ്റീജേഴ്സ് ആണ്. സോ a² പ്ലസ് a പ്ലസ് b സ്ക്വയർ എന്താണ്, ഇറ്റ് ഈസ് എൻ ഇൻറ്റീജർ. അതിനെ നമ്മൾ k എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, n ഇസ് ഈക്വൽ ടു 4k +1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് n ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 4 അല്ലേ. n ഇസ് ഈക്വൽ ടു 4k+1 എന്ന് പറഞ്ഞാൽ എന്താണ്, n-1 ഇസ് ഈക്വൽ ടു 4k ആണ്. അതായത് 4 ഡിവൈഡ്സ് n-1 എന്ന് പറയാം. സോ n ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 4 എന്ന് എഴുതാം. പക്ഷേ അതെന്താണ്, ഒരു കോൺട്രഡിക്ഷൻ ആണ്. കാരണം നമ്മൾ എന്താ സപ്പോസ് ചെയ്തിരുന്നത്, n എന്താണ്, ഈസ് കോൺഗ്രുവൻറ്റ് ടു 3 mod 4 എന്നായിരുന്നു. അപ്പോൾ അതൊരു കോൺട്രഡിക്ഷൻ ആണ്. അങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ വരാൻ കാരണം എന്താണ്, എന്നിനെ രണ്ട് സ്ക്വയേഴ്സിൻ്റെ സം ആയിട്ട് എഴുതാൻ കഴിയും എന്നെടുത്തതാണ്. സോ ഹെൻസ് 4n+3 ഫോമിലുള്ള ഒരു പ്രൈമിനെ നമുക്ക് രണ്ട് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സം ആയിട്ട് എഴുതാൻ കഴിയില്ല.